ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളുടെയും കമൻസുകളൊക്കെ വായിച്ചു. എല്ലാവരുടെയും കമൻസുകൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭാഗവതം വായിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഈ കണ്ണനെ ഏതോ നാമമാണെന്ന് ചൊല്ലേണ്ടേ? നമുക്ക് അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമ എന്നുള്ള പാട്ട് എഴുതിയത് ചൊല്ലാം. അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം, അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം, അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം ശബരീശ. ഓംകാരനാഥ നമസ്തേ നമോ നമ, സച്ചിദാനന്ദമൂർത്തേ നമോ നമ, സർവവിശ്വൈകനാഥ നമോ നമ, കാത്തുകൊള്ളണേ. പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണേ. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും. സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ. ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ, ആനന്ദം പരമാനന്ദം ഈശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു, സഹസ്രകോടി പ്രണാമം. അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം, ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം ശബരീശ. നമുക്ക് മുരുകസ്തുതി ചൊല്ലാം. എല്ലാം പരമാത്മാവ് തന്നെയാ, ഏകമായ ഈശ്വരനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ, ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ, ഗീതം പാടാ കിങ്കിണിയാട. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ, ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ, ഗീതം പാടാ കിങ്കിണിയാട. മയ്യനടന ചെയ്യും മയിൽ വാഹനന, കയ്യിൽ വേലാലനെ കാക്കവേന്ദ്രവന്ദ്ര. വര വേലായുധനാർ വരുക, വരുക വരുക മയിലോൻ വരുക. ഇന്ദിരൻ മുതലായി എണ്ടിശை പോറ്റ, മന്ദിര വടിവേൽ വരുക വരുക. വാസവൻ വരുക മയിലോൻ വരുക, വരുക വരുക മയിലോൻ വരുക. ഷഷ്ടിയെ നോക്ക ശരവണ ഭവനാർ, ശിഷ്ടർക്കുതവും ശങ്കതിർവേലോൻ. പാദമിരണ്ടിൽ പന്മണി സദങ്കൈ, ഗീതം പാടാ കിങ്കിണിയാട. നമുക്ക് അമ്മയെ കൊണ്ടും ഒരു നാമം ചൊല്ലാം. ശ്രീചക്രരാജസിംഹാസനീശ്വരി, ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജസിംഹാസനീശ്വരി, ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ആഗമവേദ കലാമയ രൂപിണി, ആഗമവേദ
കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ പലവിധമായുന്നൈ ആടവും പാടവും പലവിധമായുന്നൈ ആടവും പാടവും പാടിക്കൊണ്ടാടുവൻപാർ പദമലർ സൂടവും ഉലകം മുഴുതുമെന തകമുറ കാണവും ഒരു നിലൈ തരുവായ് കാഞ്ചി കാമേശ്വരി ഒരു നിലൈ തരുവായ് കാഞ്ചി കാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഉഴன்று തിരിந்த என்னை உத்தமனாக்கி வைத்தான் உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தான் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தார் உயரிய பெரியோருடன் உண்டிர கூட்டி வைத்தார் நிழலின தொடர்ந்த முன்னூர் கொடுமை நீக்கம் செய்தான் நிழலின தொடர்ந்த முன்னூர் கொடுமை நீக்கம் செய்தான் നിത്യ കല്യാണി ഭവാനി പത്മേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പപ്പുടത്തിലിട്ട് தூயவனாக்கி வைத்தால் தொடர்ந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் தொடர்ந்த முன்மாயை நீக்கி பிறந்த பயனை தந்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தாய் அடிக்கலம் நீயே அம்மா അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മ അഖിലാണ്ടേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ജ്ഞാനവിദേശുരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഏ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്രഹ്മസ്തുതി വായിച്ചത് ഭഗവാൻ നിർമ്മിച്ച കുട്ടികളും പശുക്കളും
അതുപോലെ തന്നെ കാലയെ കണ്ടുണ്ടായുവെന്ന സന്തോഷം വലുതല്ലോ. കാലികളെയും ബാലന്മാരെ ഒരുപോലെ ബാലപ്പണ മൃഗാക്ഷികളെല്ലാവരും നിജ നിജ ബാലന്മാർ തമ്മെ കണ്ടു ചേർത്ത് ആശ്ലേഷിച്ച് മേളിച്ച് കുളിപ്പിച്ച് കുട്ടികളെയൊക്കെ ലാളിച്ച് അംഗങ്ങൾ മുന്നേക്കാളേറ്റം അലങ്കരിപ്പിച്ചു പൂജിപ്പിച്ചു ആഹാരങ്ങളെ കൊടുത്ത് ഈ അമ്മമാർ കുഞ്ഞുങ്ങളും വീട്ടിൽ ചെന്നപ്പോൾ. അപ്പോൾ നിളവേ മഹോ ഉത്സവം തേടിനാർ പശുക്കളും. അത്ര സന്തോഷത്തോടെ അവർ മേളം ഉൾക്കൊണ്ട് വിളങ്ങിനാർ ഗോഷ്ഠങ്ങളിൽ തൊഴുത്തുകളിൽ ഈ പശുക്കളൊക്കെ മേളം ഉൾക്കൊണ്ട് വിളങ്ങി. അതുവരെ നമ്മൾ വായിച്ചത്. നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടു വായിക്കാം. നീളവേ മഹോത്സവം തേടിനാർ പശുക്കളും മേളം ഉൾക്കൊണ്ട് വിളങ്ങിടിനാർ ഗോഷ്ഠങ്ങളിൽ. അത് തൊഴുത്ത്, പശുക്കൾ വസിക്കുന്ന എരുത്തിലുകൾ തൊഴുത്തെന്ന് പറയും ഗോഷ്ഠങ്ങളിൽ. നമുക്ക് അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് വായിക്കാം. ലീലയാ മുന്നം കൃഷ്ണനോടൊരുമിച്ചു നിൽക്കും ബാലന്മാരവർ പെരുമ്പാമ്പായൂരഘൻ തന്നെ മാധവൻ ഇന്ന് കൊന്നാനെന്നുടനായന്മാരോട് ആധികൾ ഒഴിഞ്ഞറിയിച്ചു കേട്ട് ഓടിച്ചെന്ന് കാണുമ്പോൾ കാലം ഒരാണ്ടായി അതുമൂലം കൊണ്ട് ആനായന്മാർക്ക് ദിനവത്സര ഭ്രമം പൂണ്ട് മാനസേ സന്ദേഹം ഉണ്ടായതിന് അവകാശം മാനവ ശിഖാമണി കേൾക്ക കൗമാരോദന്തം. ഇവിടെ അന്ന് ചെല്ലുമ്പോൾ കുട്ടികൾ എല്ലാവരോടും പറയുന്നു. കുട്ടികൾ വിചാരിച്ചെന്താ, ഈ അഘൻ മരിച്ച ദിവസം തന്നെയാണ് അവർ വീട്ടിൽ ചെല്ലുന്നതെന്നാണ്. ഇതിനകം വെച്ച് ഒരു വർഷം പോയതൊന്നും അവർ ഭഗവാന്റെ മായ കൊണ്ട് അറിഞ്ഞില്ല. അവർ ഉണ്ടോണ്ടിരുന്ന സമയം അതുപോലെ തന്നെയാണ് മായ മാറിയപ്പം അതുപോലെ ഇരുന്ന് ആഹാരം ബാക്കി കഴിക്കാൻ ഭഗവാൻ ചെല്ലുന്നു. ഭഗവാന്റെ കയ്യിലും ആഹാരമുണ്ട്. ആ കുട്ടികൾ ഇതൊന്നും അറിഞ്ഞില്ല. ഒരു വർഷം പോയത്. അഘൻ മരിച്ചിട്ട് ഒരു വർഷമായി. അഘൻ ആരാ? ദാനവൻ, പെരുമ്പാമ്പായി വന്ന് കുട്ടികളെയൊക്കെ വിഴിഞ്ഞ ദാനവൻ, അസുരൻ. അപ്പോൾ അദ്ദേഹം അവനെ ഭഗവാൻ വധിച്ചിട്ട് ഒരു വർഷമായ കാര്യമൊന്നും കുട്ടികൾ അറിയാഞ്ഞതുകൊണ്ട് വീടുകളിൽ ചെന്നപ്പോൾ അവർ എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനൊരു പെരുമ്പാമ്പായി വന്നൊരു അഘനെ ഭഗവാൻ വധിച്ചു, കൃഷ്ണൻ വധിച്ചു. ഇത് കേട്ടപ്പോൾ എല്ലാവരും എന്തു എന്ന് അത് കാണാനായിട്ട് ഓടി. അതാണ് ബാലന്മാർ അവരവർ പെരുമ്പാമ്പായൊരഘൻ തന്നെ മാധവൻ ഇന്ന് കൃഷ്ണൻ ഇന്ന് കൊന്നാനെന്നുടൻ ആയന്മാരോട്, ആയന്മാർ വെച്ചാൽ കുഞ്ഞുങ്ങളോട്, അവിടെയുള്ള ആൾക്കാരോടൊക്കെ ആ കുട്ടികൾ പറഞ്ഞ് ആദികൾ ഒഴിഞ്ഞ് അറിയിച്ചു. അതെല്ലാം കേട്ടപ്പോൾ അവർ ഓടിച്ചെന്ന് കാണുമ്പോൾ കാലം ഒരാണ്ടായത് മൂലം. അപ്പോൾ ഒരാണ്ടായി കിടക്കുന്നൊരു അഘനയാ, പർവ്വതം പോലെ കിടക്കുന്നൊരു അഘന. അത്രമാത്രം വലിയൊരു പെരുമ്പാമ്പായെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെല്ലാം അതിനകത്ത് അവൻ്റെ വയറ്റിലേക്കാണ് കയറി പോയത്. അവനെ ഈ കുഞ്ഞുങ്ങളെയും കൃഷ്ണനെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് വാ പിളർന്ന് കിടന്നത്. ഇവരാരും അവിടെ വഴിയെ നടക്കുന്നിടത്ത് തന്നെ അവൻ്റെ ഒരു മേച്ചുണ്ട് ആകാശത്തോളവും കീഴ്ച്ചുണ്ട് ഭൂമിയിൽ വരുമ്പോൾ അവിടെ എങ്ങും യാതൊരു മറവുമില്ല. ഭയങ്കര ഒരു അഗാധമായൊരു ഗുഹ പോലെയാണ് അവൻ കിടക്കുന്നത്. കുട്ടികൾ അറിയാതെ അങ്ങ് കയറി പോവുക. വഴി നടക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അത് അന്നേരം വായിച്ചവർക്കറിയാം. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതെന്താണെന്ന് അറിയില്ല. അത് നേരത്തെ കേട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ വീടുകളിൽ ചെന്ന് ഈ കുട്ടികളെല്ലാം അവിടെ എല്ലാവരോടും അങ്ങ് പറഞ്ഞപ്പോൾ അവർ കാണാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ കാണുമ്പോൾ കാലം ഒരാണ്ട് കഴിഞ്ഞു. കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ജീർണിച്ചൊക്കെ കിടക്കുന്ന ഒരു അഘൻ. അതുകൊണ്ട് ആനായന്മാർക്ക് ദിനവത്സര ഭ്രമം പൂണ്ട്. എന്താ ഈ ദിനവത്സരം? ഇത് ഒരു ദിവസത്തെ ആളല്ലല്ലോ ഈ കിടക്കുന്ന ഈ അസുരൻ, ഈ പാമ്പായി കിടക്കുന്നത്. അപ്പോൾ ഭ്രമമുണ്ടായി. ഇത് ഇന്ന് മരിച്ച നമുക്കായാലും അറിയില്ലയോ, ഇന്ന് മരിച്ചതും ഒരുപാട് നാൾ കൊണ്ട് മരിച്ചു കിടക്കുന്നതും കാണുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് അവർക്കൊക്കെ ഭ്രമമുണ്ടായി. ഇതെന്താ കാരണം? മനസ്സേ സന്ദേഹമുണ്ടായതിന് അവകാശം മാനവ ശിഖാമണി. ഇതെന്താർക്ക് സംശയം ഉണ്ടാകുന്നത്? ഇത് കേൾക്ക കൗമാരോദന്തം. അത് പൗഗണ്ഡത്തിലാണ് ഇവർ ഇത് ഇങ്ങനെ ചെയ്തത്. അത് പൗഗണ്ഡം എന്ന് വെച്ചാൽ 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ. അപ്പോൾ 10 വയസ്സിൽ ചെയ്ത ഒരു കാര്യം വീട്ടുകാരറിയുമ്പം 11 വയസ്സിൽ അപ്പോൾ അവർ കൗമാരത്തിലേക്ക് കയറി. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കല്ലാതെ ഇത് അറിയില്ല. അപ്പോൾ ഇതെന്താ പൗഗണ്ഡം എന്ന് വെച്ചാൽ 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയാണ്. അപ്പോൾ ഒരു വർഷം മുമ്പേ കണ്ട കാര്യം ആ വീടുകളിൽ ചെന്ന് പറയുമ്പോൾ അവർ മുതിർന്ന് ഒരു വയസ്സോടെ കൂടിക്കഴിഞ്ഞു. അപ്പോൾ ആ കൗമാരോദന്തത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വർഷം ആയ കാര്യമാണ്. അതുകൊണ്ട് മാനവ ശിഖാമണി കേൾക്ക കൗമാരോദന്തം
പൗഗണ്ഡത്തിങ്കൽ അറിയിച്ചതിൻ നിമിത്തവും ആകുന്നത് അതുതന്നെ കേവലം അറിയടോ. അപ്പോൾ പൗഗണ്ഡത്തിൽ 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കാരണമാണ് നിമിത്തം, അതാകുന്നത് അതാണ് ശരി, കേവലം അറിയടോ. അപ്പോൾ അന്ന് നടന്ന സംഭവം ഇവർ തിരിച്ച് വീട്ടിലോട്ട് ചെന്നാൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് അപ്പം കുട്ടികളൊന്നും വളർന്ന് അത് കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. സാനന്ദം ശുഗനീവം ചൊന്നളവ് അത് കേട്ട് അത്യാനന്ദം വളർന്നഴും ഭൂപതി താനും ചൊന്നാൻ. അങ്ങനെ ഈ ശുഗമഹാമുനി ഈ കാര്യങ്ങൾ പറഞ്ഞ് പരീക്ഷത്തിനോട് കൊടുക്കുന്ന കാര്യമാണിതെല്ലാം. പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഭഗവാന്റെ മായയെ പറ്റിയും ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിച്ചതും കുട്ടികളെ നിർമ്മിച്ചതെല്ലാം ഇങ്ങനെ കേട്ടപ്പോൾ ഈ ശുഗമഹാമുനി പറഞ്ഞപ്പോൾ പരീക്ഷിത മഹാരാജൻ ഇതെല്ലാം അറിയണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം, എനിക്ക് ഇനി അറിയണം. അപ്പോഴാണ് ഇദ്ദേഹം ഈ മഹാമുനി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത്യാനന്ദം വളർന്നതും ഭൂപതി താനും ചൊന്ന അദ്ദേഹത്തിന് അത്രത്തോളം ആഗ്രഹം ഉണ്ടായി ഇനിയും കേൾക്കണമെന്ന്. നിൻ തിരുവടിയുടെ വചന അമൃതം നുകർന്നന്തരാത്മനി വളർന്നുള്ള ചഞ്ചല വിഷം മണ്ടിപ്പോയി അകന്നുള്ള കുണ്ഠതകളും തീർന്ന് കൊണ്ടാടിക്കൊണ്ടുണ്ടൊന്നു ഞാനെന്ന് ചോദിക്കുന്നു. ഇനിയും എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മണ്ടിപ്പോയി, എല്ലാം മാറിപ്പോയി, എൻ്റെ കുണ്ഠതകളൊക്കെ തീർന്ന്, എന്നാലും എനിക്ക് ഒന്നും കൂടി ചോദിക്കുന്നു, എനിക്ക് ഒന്നും കൂടെ അറിയണം. എന്താണ്? എന്തു കാരണം ഗോപാലാങ്കനമാർക്കും ബഹുപങ്ക്തികൾ തോറും വിളങ്ങിയിടുന്ന പശുക്കൾക്കും സന്തതി ജാലങ്ങളിൽ ഏറെ മാധവൻ തന്നാൽ അന്തരാ നിർമ്മിച്ചുള്ള കൃത്രിമജാതങ്ങളിൽ സന്തോഷ സ്നേഹാദികൾ അത്യന്ത ഏറ്റവും പ്രതിസന്ധിച്ചിടുവാൻ അവകാശമെന്നതും മമ ചിന്താ സംശയം തീരുമാറരുൾ ചെയ്തിടണം നിന്തിരുവടി. മഹാമുനിയുടെ പറഞ്ഞു, നിന്തിരുവടി മഹാമുനി, എനിക്ക് എന്താ ഇവിടെ ഇങ്ങനെ സന്തതി ജാലങ്ങൾ, ഈ ഭഗവാൻ നിർമ്മിച്ച പശുക്കളും കുട്ടികൾക്കുള്ള ഇത്ര സന്തോഷം ആനന്ദം ഉണ്ടാകാൻ എന്താ കാരണമെന്ന്. അപ്പോൾ എന്താ എന്ത് കാരണം? ഗോപാലാങ്കനമാർക്ക്, അവിടെയുള്ള ഈ കുട്ടികളുടെയും പശുക്കളുടെയൊക്കെ ഉടമസ്ഥരായിരിക്കുന്ന ഗോപാലാങ്കന അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ ബഹുപങ്ക്തികൾ തോറും വിളങ്ങിയിടുന്ന ഈ പശുക്കൾക്കുമൊക്കെ ഈ സന്തതി, ഈ മക്കളും അവിടെ ജാലങ്ങൾ കൂട്ടം, സന്തതി കൂട്ടം, ഈ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എന്താ ഭഗവാന്റെ അന്തര നിർമ്മിച്ചുള്ള കൃത്രിമജാതങ്ങൾ, ഭഗവാന്റെ മായ കൊണ്ട് നിർമ്മിച്ച ഈ കുട്ടികളും എല്ലാവരോടും ഇത്ര സന്തോഷം സ്നേഹങ്ങൾ അത്യധികം എന്താ ഉണ്ടാവാൻ കാരണം? ഇവിടെ യഥാർത്ഥ കുട്ടികളെ പശുക്കളെയും ചെല്ലുന്നണക്കല്ല, ഭഗവാൻ 1 വർഷം കൊണ്ട് ഇവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അത്യധികമായ ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്ന ഈ വീട്ടുകാർക്ക്. അതെന്താ കാരണം? എന്താ കാരണം? ഭഗവാന് ഈശ്വരനാ അവിടെ അവരിലെല്ലാം ഉള്ളിലുള്ളത്. നിർമ്മിച്ച ശരീരത്തിനകത്ത് മൊത്തവും ഭഗവാൻ നാരായണനാ അതിൽ വിലസുന്നത്, കുട്ടികളല്ല. അപ്പോൾ ഒരു വീട്ടിൽ പരമാത്മാവ് വസിക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മിയുണ്ട്. അപ്പോൾ ആ വീട് വിളങ്ങി തിളങ്ങും. അതാണ് ഇതിൻ്റെ കാരണം. അത് പരീക്ഷിത് മഹാരാജ് ചോദിച്ചാൽ എന്താ കാരണം? നമുക്കിത് മനസ്സിലാവും കാരണം ഇതാണെന്ന്. പരീക്ഷിത് മഹാരാജാവ് അന്നേരം ചോദിച്ചത് ഇതൊക്കെ ഇതിൽ കൂടെ പറഞ്ഞ് നമ്മൾ വായിച്ചതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് നമ്മൾ വായിച്ചും മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് പറയാം. ഈശ്വരൻ ഈ പരമാത്മാവ് വസിക്കുന്ന ഏത് ഭവനത്തിലാണ്? നമ്മൾ എപ്പോഴും നിരന്തരമായി നമ്മുടെ വീടുകളിൽ ഭക്തിയായിട്ട് ഇരുന്നാൽ പരമാത്മാവായ ഈശ്വരൻ മാത്രമാണോ? അമ്മയില്ലയോ? ദേവി മഹാമായ പരാശക്തി മഹാമായ അല്പം എന്താ ഈ ലോക ജീവിതത്തിലേക്കുള്ള മഹാമായയാണ് പരാശക്തിയുടെ ഒരു സ്വഭാവം. പക്ഷേ അത് എല്ലാം എന്താ പറയുക, നമ്മളെ ശരീരം എടുത്ത ഒരു മഹാമായ. പക്ഷേ പരാശക്തി ആ അമ്മ, യഥാർത്ഥ ലോക മാതാവായ അമ്മ എല്ലാ ഭവനങ്ങളിലും ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അമ്മയും കൂടെ ഉണ്ട്. എന്താ കാരണം? അവർ ഒന്നാണ്, ശിവശക്തിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ വീടുകളിലും ഈ പശുക്കളും കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. അപ്പോൾ അവിടെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഐശ്വര്യം വർദ്ധിക്കത്തല്ലേ ഉള്ളൂ. അതാണ് കാരണം. അതുകൊണ്ടാണ് ഈ മഹാമുനിയുടെ അടുത്ത് ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ അത്ര സന്തോഷം വരാനുള്ള കാരണം? അതിതാ കാരണം. എന്താ? സന്തോഷ സ്നേഹാദികൾ അത്യന്തം ഏറ്റവും പ്രതിസന്ധിച്ചിടുവാൻ അവകാശം എന്നതും മമ എനിക്ക് ചിന്താ സംശയം, എൻ്റെ ഉള്ളിൽ സംശയം വരുന്നു. ഇത് തീരുമാർ അരുൾ ചെയ്ത് എനിക്കതിന് മനസ്സിലാക്കി തരണം എന്താ കാരണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാരണം. എന്താണ്? നിന്തിരുവടി. അങ്ങനെ ഭഗവാനെ ആരോടാ പറയുന്നത്? മഹാമുനി. നിന്തിരുവടി എന്ന് വിളിക്കുന്നത് ശ്രീശുഖ മഹാമുനിയുടെ അടുത്താണ്. നിന്തിരുവടി, എൻ്റെ സംശയം തീർത്തു തരൂ. എന്താണ് അത്രമാത്രം സന്തോഷം അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം എന്നു കേട്ടു പുഞ്ചിരി പൂണ്ടു. ഇത്രയും കേട്ടപ്പോൾ മഹാമുനി പുഞ്ചിരി പൂണ്ട് ചഞ്ചലം നിർവനുള്ളിലുണ്ടായി വന്നതും തീർത്ത് ചെഞ്ചമേ തെളിഞ്ഞ് അരുൾ ചെയ്തു. അങ്ങനെ ആ നൃപൻ്റെ പരീക്ഷിത മഹാരാജാവിൻ്റെ സംശയം തീർത്ത്
എന്താ ചെഞ്ചമേ തെളിഞ്ഞ് അരുളി ചെയ്തു. കേട്ടാലും പരീക്ഷത്തെ നീ കേൾക്കൂ, രാജാവിനോട് പറയുന്ന മഹാമുനി, കേട്ടാലും നീ സന്തതം ജന്തുക്കൾക്ക് സർവാർത്ഥകരണങ്ങൾ. ഈ നമുക്ക് ഇവിടെ പശുക്കളായാലും ഏത് ജന്തുക്കളായാലും എന്താ സർവ അർത്ഥകരണങ്ങൾ. നമുക്ക് എന്തൊക്കെയാ നമുക്ക് അർത്ഥങ്ങൾ, എന്തൊക്കെ നമുക്ക് ആവശ്യങ്ങൾ, അത് അന്തരാത്മാനന്ദ സമ്പൂർണത്തിനുള്ളോന്നല്ലോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ആനന്ദത്തിനാണ് നമ്മളിവിടെ കഴിയുന്നത്. നമുക്ക് എന്ത് ഒരാഹാരമായാലും ഒരു ചായ ആയാലും നമുക്ക് വേണ്ടത് എന്താ അത് നമ്മുടെ ആനന്ദത്തിനാണ്, നമ്മുടെ ഉള്ളത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളിവിടെ എന്തും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അരിയാഹാരം കൊണ്ടൊരു വിഭവമായ ഒരു സദ്യ ആയാലും അല്ലെങ്കിൽ ഒരു പലഹാരമായാലും അല്ലെങ്കിൽ മറ്റ് ധനസമ്പാദ്യം അല്ലെങ്കിൽ സ്വർണം പണം ഇതെന്തും നമുക്ക് നേടുന്ന നമ്മുടെ ഉള്ളം പ്രസാദിക്കാനാണ്. അന്തരാത്മാനന്ദ സമ്പൂർണത്തിനുള്ളതെന്നല്ലോ എന്താണ് സർവാർത്ഥകരണങ്ങൾ, അർത്ഥകരണങ്ങൾ, സർവ്വ സമ്പാദ്യങ്ങളെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഈ നമ്മുടെ ഉള്ളത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ളതാ. അതുകൊണ്ട് അന്തരാത്മാനന്ദ സമ്പൂർണത്തിനുള്ളതെന്നല്ലോ. നിങ്ങൾ നീ നിരൂപിച്ചു കണ്ടാലും ആത്മാവിനെ തങ്കലാമാറ് ഭരിച്ചിടുവാനായിക്കൊണ്ട് ഏവം സർവപ്രാണികളും ജീവിച്ച് ഉണർന്നിരിക്കുന്നു. സർവ അർത്ഥങ്ങളും ആത്മാർത്ഥങ്ങളായുള്ളോന്നത്രേ. അപ്പോൾ സർവപ്രാണികളും ജീവിച്ച് ഉണർന്നിരിക്കുന്നു. എന്താ കാരണം? ഇത് തങ്കലാമാറ് ഭരിച്ചിടുവാനായിക്കൊണ്ട് ഏവം നമുക്കിതെല്ലാം ഉണ്ടാക്കാനായി. ഇന്ന് ഈ ലോകത്തുള്ള സർവ്വപ്രാണികളും ഉണർന്നിരിക്കും. പക്ഷെ ഒരു പരമാത്മാവിനെ അറിയുന്ന ഒരു ഭക്തൻ, അവർ ഈ ലോകത്തിലുള്ള ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ജീവിതം, അതിലുള്ള സർവ്വപ്രാണികൾ എന്തിനാ ഉണർന്നിരിക്കുന്നത്? അർത്ഥം ഉണ്ടാക്കാൻ, സർവാർത്ഥങ്ങളും. എന്തിനാ? നമ്മുടെ ഉള്ളത്തിൽ വേണ്ടുന്ന എനിക്കത് വേണം ഇത് വേണം പറഞ്ഞ് നമ്മളെപ്പോഴും ഉണർന്നിരിക്കും. എന്നാൽ ഒരു പരമാത്മാവിനെ തന്നെ ആരാധിക്കുന്ന ഒരു സന്യാസി ഉണർന്നിരിക്കത്തില്ല. അവർ ഉണർന്നിരിക്കും. എപ്പോഴാ? ആത്മീയമായ ഉണർവിൽ അവർ ഉണർന്നിരിക്കും. ഈ ലോകചിന്തയിൽ അവർ ഉറങ്ങിയിരിക്കും. നമ്മൾ സാധാരണക്കാരെല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഒരു യോഗി ഉറങ്ങും. കാരണം എന്താ? ഈ ലോകത്തിലെ ചിന്തകളൊന്നും ഒരു യോഗിക്ക് ഇഷ്ടമല്ല. അതെല്ലാം ചപ്പും ചവറുമാന്ന് എണ്ണി എല്ലാത്തിനെയും നിഗ്രഹിച്ചിരിക്കുക. ഈ പഞ്ച ഇന്ദ്രിയങ്ങളെയെല്ലാം, മനസ്സ് വരെ ശരീരത്തെ പോലും അവർ ത്യജിച്ചവരാണ്. അതുകൊണ്ട് അവർ ഈ ലോക ചിന്തയിൽ മറ്റുള്ളവർ ഉണർന്നിരിക്കുമ്പോൾ ഒരു യഥാർത്ഥ യോഗി ഉറങ്ങും. കാരണം അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. എങ്ങനെ ഉറങ്ങും? മനസ്സ് അതിലേക്ക് പോകത്തില്ല. കണ്ണടച്ച് ഉറങ്ങുമെന്നല്ല എൻ്റെ അർത്ഥം, ഉള്ളം പ്രസാദിക്കത്തില്ല. കാരണം അത് ഇഷ്ടമല്ല. അതേസമയം ഒരു യോഗി എപ്പോഴും നിരന്തരം പരമാത്മാവിനെ ധ്യാനിച്ച് നിഷ്ഠയോടുകൂടി ബ്രഹ്മനിഷ്ഠയായിരിക്കുന്ന ഒരു യോഗി ഉണർന്നിരിക്കും. പക്ഷെ അപ്പോഴും സാധാരണക്കാരായ ഈ ലോക ജീവിതത്തിൽ നടക്കുന്ന ജന്തുക്കൾ, പ്രാണികൾ അപ്പോഴവർ ഉറങ്ങും. അതാണ് വ്യത്യാസം. ഒരു ഭക്തൻ ഉണർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ ഭൗതിക ജീവിതത്തിൽ സന്തോഷിക്കുന്നവർ ഉറങ്ങും. അവർ ഉണരുമ്പോൾ ഈ ഭക്തൻ ഉറങ്ങും. കാരണം ഈ ലോക ജീവിതം ഒട്ടും തന്നെ ഒരു സന്യാസിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്, എനിക്കതുകൊണ്ട് നന്നായി പറഞ്ഞുതരാൻ പറ്റും. എനിക്ക് ഈ ലോക ജീവിതത്തിലുള്ള എന്ത് കണ്ടാലും ഇഷ്ടമല്ല. എനിക്ക് ഭഗവാനിലേക്കുള്ള ശ്രദ്ധ വരുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും എനിക്കിന്നിപ്പോൾ നാമം ചെല്ലാനൊന്നും ശക്തി കുറവാണ്. കാരണം പ്രായം കഴിഞ്ഞും വരുന്നു, ഈ ചൂടും ഒക്കെ അങ്ങോട്ട് തുടങ്ങി, അന്തരീക്ഷം മാറി. അപ്പം നമ്മുടെ ശരീരത്തിനൊക്കെ പിന്നെ ഈ പരമാത്മാവിൻ്റെ ഒരു കൃപ ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റും. കാരണം നന്ദികേടാവും. എൻ്റെ ഒരു ചുണയും അല്ല മക്കളെ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ പറയും ഞാനിത് ഗമിക്കാൻ തള്ളി പറയുന്നതല്ല. എനിക്ക് യാതൊരു കഴിവും ശക്തി ഇപ്പോൾ വളരെ കുറവാണ്. നാമം ചെല്ലിട്ടെന്ന് എനിക്കറിയാം. പിന്നെ പരമാത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നത്, ഈശ്വരൻ്റെ കഴിവനുസരിച്ച് ഈശ്വരൻ ചെയ്യുന്നു അത്ര തന്നെ. അതുകൊണ്ട് അപ്പോൾ ഒരു യോഗി, അതായത് ഈശ്വരനോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ആളാണ് യോഗി. മറ്റ് ചിന്തകളെല്ലാം, ഈ ലോക ചിന്തകളെല്ലാം തള്ളി നീക്കിയിട്ട് വധിച്ചു കളഞ്ഞിട്ട് ഈശ്വരനെ തന്നെ ചേർന്നിരിക്കുന്നതാണ് യോഗി. അത് നമ്മൾ അങ്ങനെ ആണെങ്കിൽ എനിക്കും യോഗിയാന്ന് പറയാം. അതിന് യാതൊരു തെറ്റും വരത്തില്ല. ഈശ്വരനിൽ എപ്പോഴും ചേർന്നിരിക്കുമോ അവൻ, അതാരായാലും അത് യോഗി തന്നെയാണ്. അവിടെ എന്താ പറയുന്നത്, അതിന് പ്രാണായാമമൊന്നും വേണമെന്നൊന്നുമില്ല. എപ്പോഴും പരമാത്മാവിനെ തന്നെ ചിന്തിക്കുക. അത് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെയുള്ള മറ്റ് ലോക ജീവിതത്തിലേക്കുള്ള ശ്രദ്ധ ഇല്ലാതെ ഈശ്വരനെ തന്നെ ചിന്തിക്കുന്ന യഥാർത്ഥ യോഗി അതാണ്. ഇതും അതും ലൗകികവും ആത്മീയവും ചിന്തിക്കുന്നവർക്ക് സാധാരണ ഒരു ഭക്തനെന്ന് പറയാം. ഈ മറ്റ് ചിന്തകളെല്ലാം തള്ളിക്കളഞ്ഞവർക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ അത് പരമാത്മാവിനോട് ചേർന്നിരിക്കുന്ന ഒരു സന്യാസി, ഒരു യോഗി തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? നിങ്ങൾ നീ നിരൂപിച്ച് കണ്ടാലും ആത്മാവിനെ തങ്കലാമാറ് ഭരിച്ചിടുവാനായി കൊണ്ട് ഏവം സർവ്വപ്രാണികളും ജീവിച്ചുണർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും ഉണർന്നിരിക്കുന്ന എന്താ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി.
ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നേരം വെളുക്കുന്നു, പശുക്കൾ എവിടെ പോയി പുല്ല് തിന്നണം, അഴിച്ചുവിട്ട തീറ്റിക്കണം എന്ന് അവർ ചിന്തിക്കും. മനുഷ്യർക്കാണെങ്കിൽ എവിടെ പോയി ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് മനുഷ്യർ പല പല രീതിയിൽ അധ്വാനിക്കുന്നു. അവർക്ക് ഉണർന്നിരിക്കുന്ന അതിനാണ്. പക്ഷെ ആത്മീയമായി അവർ ഉണർന്നിരിക്കുന്നവരും ഉണ്ട്. രണ്ടിലും ഉണർന്നിരിക്കുന്നവരും ഉണ്ട്. അത് ആത്മീയത്തിലും ഭൗതികത്തിലും ഉണർന്നിരിക്കുന്ന ഭക്തന്മാരുണ്ട്. വളരെ അങ്ങ് എന്താ പറയുന്നത്, ഈ ലോകത്തിലേക്ക് ഭ്രമിക്കത്തില്ല. മനസ്സുകൊണ്ടെല്ലാം ത്യജിക്കും. മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് രണ്ടിലും പ്രവർത്തിക്കുന്നവരുണ്ട്. ആത്മീയം മുൻഗണന കൊടുക്കും. അത് പല രീതിയിലാണ്. സർവ്വതും വെടിഞ്ഞിട്ട് ഈശ്വരനിലേക്ക് മാത്രം ഇരിക്കുന്നവരും ഉണ്ട്. അതാണ് യഥാർത്ഥ ഒരു സന്യാസി, ഒരു യോഗി. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് സർവ്വപ്രാണികളും ജീവിച്ച് ഉണർന്നിരിക്കുന്നു. സർവാർത്ഥങ്ങളും ആത്മാർത്ഥങ്ങളായുള്ളോന്നത്രേ ആത്മാവിന് അധിവസിച്ചിടുവാൻ തന്നെ നൂനം. അപ്പോൾ സർവാർത്ഥങ്ങളും എന്തിനു വേണ്ടിയുള്ളതാ? ആത്മാർത്ഥങ്ങളായുള്ളോന്നത്രേ ആത്മാവിന് അധിവസിച്ചിടുവാൻ തന്നെ നൂനം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ആവശ്യമുണ്ട്. ആത്മാവിന് ഇതൊക്കെ അധിവസിച്ചിടുവാൻ തന്നെ നൂനം. വായ്പഴും അതിനെന്ത് വേണം? ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. ഈ പരമാത്മാവിന് വസിക്കാൻ ആത്മാവിന് അധിവസിച്ചിടുവാൻ തന്നെ നൂനം വായ്പഴും ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരികൾക്കെങ്ങനെയുള്ളൂ എന്നു ഞാൻ പറയേണ്ടയല്ലോ. അപ്പോൾ ഈ ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരികൾക്ക് എങ്ങനെയുള്ളൂ എന്നു ഞാൻ പറയേണ്ടയല്ലോ. അപ്പം നമുക്ക് ശരീരത്തോട് സ്നേഹിക്കുന്നു. പൊതുവേ നമ്മൾ ഈ ഭൗതികമായ ഒരു ശരീരത്തെ അതുപോലെ ഭൗതികമായ മറ്റൊരാൾ ആ ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഉള്ളത്തെ അല്ല സ്നേഹിക്കുന്നത്. ഇന്ന് അത്രമാത്രം വ്യത്യാസമുണ്ട്. ഒരു യോഗിയാണെങ്കിൽ ആരെയാണ് സ്നേഹിക്കുന്നത്? അപ്പം നമുക്ക് തന്നെ കുബ്ജയെ പറ്റി തന്നെ നമുക്കറിയാം. കുബ്ജ ഉള്ള അത്ര പരിശുദ്ധമായിരുന്നു. ഭഗവാൻ അവരുടെ കൂനും കൂടെ മാറ്റി കൊടുത്തപ്പോൾ ഉള്ളവും അതുപോലെ പുറവും ശോഭിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ശരീരത്തെ മാത്രം സ്നേഹിക്കുന്നതാണ് ഈ ലോക ജീവികൾ. അവർക്ക് ഉള്ളത്തെ അല്ല. ഇപ്പം ഇന്ന് 2 മക്കളുണ്ട്, ഒരമ്മയ്ക്കും അച്ഛനും. ഒരു മകൾക്ക് 2 പെൺമക്കളുള്ളത്. ഒരു മകൾക്ക് നല്ല സമ്പാദ്യവും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും നന്നായി നോക്കുകയും ചെയ്യുന്നു. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വയസ്സ് കാലം ഞങ്ങളുടെ പ്രായം ഒന്ന് കുട്ടിക്കോ. അമ്മയും അച്ഛനും നന്നായി ഇരിക്കണമെന്ന് കരുതി ആ മകള് നന്നായി അമ്മയും അച്ഛനെയും സ്നേഹിക്കും ഉള്ളം കൊണ്ട്. കാരണം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അവർ ശരീരത്തെ ആ അമ്മയുടെ അച്ഛൻ്റെ മുഖമൊക്കെ ഒട്ടിച്ചൊട്ടി വല്ലാതെ ആയാലും ആ മകള് നന്നായി അവരെ പരിപാലിക്കും. കാരണം എന്താ? ഉള്ളത്തെ സ്നേഹിക്കും. അതേസമയം ഒരു മകള് ആ ശരീരത്തെ സ്നേഹിക്കും. എങ്ങനെയാ? ആ മകളും അവരുടെ ശരീരത്തെ സ്നേഹിക്കും. ശരീരത്തിന് സൗന്ദര്യമുണ്ടോ? എൻ്റെ അമ്മയെ കാണാൻ കൊള്ളാമോ? എൻ്റെ അച്ഛൻ വയസ്സായോ? മറ്റുള്ളവരുടെ മുമ്പിൽ കാണുമ്പോൾ എന്ത് കഷ്ടമായതോ, വല്ലാതെ ആയിപ്പോയല്ലേ എന്ന് കരുതി പുറന്തള്ളുന്ന മക്കളുണ്ട്. കൊണ്ട് കളയും. അങ്ങനെയുള്ളവരെ കാണാൻ കൊള്ളാതെ വരും നമ്മൾ വയസ്സാകുമ്പോൾ. അപ്പോൾ ഉള്ളത്തെ സ്നേഹിക്കുന്ന ഒരു മകളോ മകനോ ആ അമ്മയച്ഛനും വയസ്സാകുമ്പോഴും അത് എപ്പോഴും എൻ്റെ അമ്മ എങ്ങനെ ഇരുന്ന അമ്മയും അച്ഛനുമാ, ഭഗവാനെ എൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഇങ്ങനെ ആയല്ലോ എന്ന് ഉള്ളം കൊണ്ട് വേദനിച്ചിട്ട് ആ അമ്മയും അച്ഛനെയും സന്തോഷിച്ച് തടവി സ്നേഹിച്ച് മുത്തം കൊടുത്ത് നിൽക്കുന്ന എത്രയോ മക്കളുണ്ട്. അപ്പോൾ അതാണ് ഉള്ളത്തെ സ്നേഹിക്കുക. അതേസമയം ഒരു മകള് വേറൊരു രീതിയിൽ ഇങ്ങനെ ചെയ്യും തെറ്റായി. കാരണം ഇനിയിപ്പോൾ ഇവരെ ആരും കണ്ടെത്തണം നാണക്കേട. അതായത് ശരീരത്തെ സ്നേഹിക്കുന്നവർ. ശരീരത്തെ യാതൊരു അർത്ഥത്തിലും സ്നേഹിക്കാത്തവരാണ് ഉള്ളത്തെ സ്നേഹിക്കുന്നത്. അത് 2 മക്കൾക്ക് 2 അവസ്ഥയായിരിക്കും. കാരണം ഉള്ളത്തിൽ അത്രമാത്രം ജ്ഞാനമുള്ള ഒരു മകളും ജ്ഞാനമില്ലാത്തൊരു മകളും. ജ്ഞാനമില്ലാത്ത മകളാണ് ശരീരത്തിനെ സ്നേഹിച്ചത്. ശരീരം കാണാൻ കൊള്ളത്തില്ലയോ, എനിക്ക് ഇവരെയൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ, ഇവരൊക്കെ അത്രമാത്രം വികൃതമായി പോയി എന്നും പറഞ്ഞ് തള്ളിക്കളെ ഒന്നോട്ട് കൊടുക്കത്തുമില്ല, ജീവിതത്തിന് കൊടുക്കുകയില്ല. എന്നാൽ നല്ല മക്കൾ എങ്ങനെയെന്നറിയാമോ? എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്കത് സങ്കടമുണ്ട്. കാരണം ആനന്ദ സങ്കടം. എൻ്റെ മകൾ എനിക്ക് എന്ന് മാത്രമല്ല എൻ്റെ ഭർത്താവിനും. അവൾ വരുമ്പോൾ അമ്മ ഇന്നത് കഴിക്കണം, അമ്മയ്ക്ക് എന്താ അത് വാങ്ങിച്ച് കഴിച്ചാൽ ആരോടും പറഞ്ഞാൽ കൊണ്ടുവരത്തില്ലേ എന്നും പറഞ്ഞ് ആവശ്യമുള്ള പൈസയും തന്നിട്ട് വേണ്ടുന്ന എന്തൊക്കെയാ കൊണ്ട് തരുന്നത്. എന്നിട്ട് അമ്മ അവിടെ ക്ഷീണിച്ച് ഇവിടെ ക്ഷീണിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ടുന്നതൊക്കെയും തരുന്ന ഒരു മകൾ. എന്താ കാരണം? ശരീരം നന്നായി ഇരിക്കണമെന്ന് എൻ്റെ മകൾ ചിന്തിക്കുന്നു. മക്കൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിനാ ഞാൻ ഈ സങ്കടപ്പെടുന്നത്? ഇങ്ങനെ സന്തോഷമുള്ള സങ്കടം. അപ്പോൾ അങ്ങനെ നോക്കുന്ന മക്കളാണ് ശരീരത്തെ സ്നേഹിക്കാത്തത്.
ആ ഉള്ളത്തെ എൻ്റെ അമ്മയും അച്ഛനുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാലും കണയൊക്കെ വയ്യാതായി മുളതെന്ന്. എന്നിട്ട് അമ്മയെ ജോലിക്കാരെ നിർത്തിത്തരാം എന്തൊക്കെയാ പറയുന്നത്. ഞാൻ പറയുന്നതാ, എങ്ങനെയും കഴിഞ്ഞു പോകാം മക്കളെ. ഇനി ഒരു ജോലിക്കാർക്കൂടെ എത്രമാത്രം രൂപ മരുന്നിനൊക്കെ വേണം, അതും കൂടെ ആകുമ്പോൾ എന്ത് വിഷമമാണ് നിനക്ക്. അതുകൊണ്ട് വളരെ ഞാൻ അത്രമാത്രം മക്കളെ പേണിയാണ് കഴിയുന്നത്. അവൾ ഇഷ്ടം പോലെ നമുക്ക് തരാനുള്ള ഒരു സന്തോഷം. അപ്പോൾ എത്രമാത്രം വ്യത്യാസമുണ്ട് ചില മക്കളുമായിട്ട്. ശരീരത്തിനെ സ്നേഹിക്കുന്നവർ ശരീരം ഇല്ലാതെ പോകുമ്പോൾ ആ ശരീരത്തിന് വേണ്ടിയിട്ട് അവർ ത്യജിച്ച് കളയുന്ന മക്കളുണ്ട്. അങ്ങനെ ഇന്ന് ലോകത്ത് ത്യജിച്ച് കാട്ടിലും മലയിലും മറ്റുള്ളവർ കണ്ടാൽ കുറച്ചില്ല എന്നൊക്കെ രീതിയിൽ കൊണ്ട് അനാഥത്വം തള്ളിക്കളയും. നോക്കാനും കഴിയത്തില്ല, ചിലവാക്കാനും കഴിയത്തില്ല. ഇങ്ങനെയുള്ള മക്കൾ ലോകത്തുണ്ട്. ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. എൻ്റെ മക്കൾ ചെയ്യുന്നത് എൻ്റെ പരമാത്മാവ് എനിക്ക് വേണ്ടി ചെയ്ത് അവരെ കൊണ്ട് തരിക്കുന്നതാണ്. ഈശ്വരൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മളെ നോക്കാൻ പറ്റുമോ? വിഷമിച്ച് കരയാനല്ലേ പറ്റൂ. മക്കൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കയ്യിൽ വേണ്ടേ? അപ്പോൾ എല്ലാം പരമാത്മാവ് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രമാത്രം ഈശ്വരനെ ആരാധിക്കണം, എത്രമാത്രം ഭഗവാൻ നന്ദി പറയണം. അപ്പോൾ നമ്മൾ കരയണ്ടേ ഭഗവാനോട്, ഇതൊക്കെ നന്ദി പറയണ്ടേ? എൻ്റെ മക്കൾ ആ ഈശ്വരൻ വരുത്തിയാലും എൻ്റെ മക്കൾ അതിന് തയ്യാറെടുക്കുന്നില്ലേ? അപ്പോൾ എല്ലാം പരമാത്മാവിനോട് അർപ്പിക്കുക. എല്ലാം നമ്മൾ ഈശ്വരനിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മുടെ മക്കളെയും ഒക്കെ നോക്കിക്കൊണ്ടേ കണ്ണാ എന്ന് നമ്മൾ അർപ്പിക്കുമ്പോൾ ഭഗവാൻ എല്ലാ കാര്യവും എനിക്ക് കറ തീർന്ന് പറയാൻ പറ്റും. അത്രമാത്രം ഞാൻ ആനന്ദിക്കുന്നു എല്ലാം കൊണ്ടും. അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കുകയല്ല, ഇത് മറ്റുള്ള മക്കൾ ഇത് അറിയണം, അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ശരീരങ്ങൾ എന്തിനാ? ശരീരത്തെ സ്നേഹിക്കുന്നവർ സ്വന്തം മക്കളെയും തള്ളിയൊക്കെ അവരുടെ ശരീരത്തെ മാത്രമേ സ്നേഹിക്കൂ. ഉള്ളത്തെ എൻ്റെ അമ്മ അകത്തുണ്ട്, ശരീരത്തിനകത്തുണ്ട്, അച്ഛനകത്തുണ്ട് എന്ന് ചിന്തിക്കാത്ത മക്കൾ ഒരുപാട് ഇന്ന് ലോകം മൊത്തം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാ. അതുകൊണ്ട് ആത്മാവിനെ അധിവസിച്ചിടുവാൻ തന്നെ നൂനം വായ്പഴും ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരികൾക്ക് എങ്ങനെയുള്ളോന്നെന്നോ ഞാൻ പറയണോ? ഇന്ന് ലോകം മൊത്തം അങ്ങനെയല്ലേ? തങ്ങളി പിന്നെ ഇപ്പം ഒരു പ്രധാന ഇന്ന് ലോകം അങ്ങനെയാ. യാതൊരു കഴമ്പും ഇല്ലെങ്കിലും സുന്ദരിയാണോ അവിടെ 10 ജനങ്ങൾ കൂടും. അതേസമയം പുറമേ കാണാൻ കൊള്ളത്തില്ലയോ, അവരെ തള്ളിക്കളയും. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഉദ്ഘാടനത്തിനൊക്കെ പലതും കാണുന്നു. ഉദ്ഘാടനം നടത്താൻ സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണോ ജനങ്ങളങ്ങ് കൂടും. അതിനുവേണ്ടി ഉദ്ഘാടനത്തിന് നല്ല കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ വയ്ക്കും. ഉള്ളം എങ്ങനെയോ ആയിക്കോട്ടെ, ചിലപ്പം കടയും കമ്പോളങ്ങളും നശിച്ചു പോയാലും വേണ്ടില്ല, 10 ജനങ്ങൾ കൂടട്ടെ എന്ന് പറഞ്ഞ് നല്ല ഉള്ളം വെറും അത്രമാത്രം ഒരു ദൈവിക ഇല്ലാത്തത് തന്നെയാവാം ചിലപ്പോൾ. എന്നാലും ചിന്തിക്കുന്ന എന്താ? ശരീരത്തെ സ്നേഹിക്കുന്നു. ഭഗവാൻ അങ്ങനെയില്ല. ഭഗവാൻ എത്രയും ഉള്ളം മാത്രമേ നോക്കൂ. അതാണ് യഥാർത്ഥ ജ്ഞാനം. അതെനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഇതൊന്നും അല്ല, ഒത്തിരി പറയാനുണ്ട്, സമയം പോകുന്നുണ്ട്, നിർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരികൾക്ക് എങ്ങനെയുള്ളൂ എന്നൊന്നും ഞാൻ പറയേണ്ടല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ ജീവിതം. അപ്പോഴോ ശരീരത്തെ ഒട്ടുപേക്ഷിച്ചെങ്കിലും ഈ പ്രാണികുലം ആത്മകുലത്തെ രക്ഷിക്കുന്നു. തൽപ്രകാരേണ ബഹുസ്നേഹ വാത്സല്യം ചേർന്ന് നിൽപ്പിതാത്മാവ ജഗൽപാലകൻ നാരായണൻ ശില്പുമാൻ കൃഷ്ണൻ തന്നെ സർവേഷാം കില്ലില്ലേതും. അപ്പോൾ ഇതുപോലെ ബഹുസ്നേഹ വാത്സല്യം ചേർന്ന് നിൽപ്പിത് എന്ന് ആരാ? ഭഗവാൻ നാരായണനാണ്. ഈ പശുക്കളിലും ഈ കുട്ടികളിലും എല്ലാം ഈശ്വരനാണ് വസിച്ചത് ഈ 1 വർഷക്കാലം. അപ്പോഴോ ശരീരത്തെ ഒട്ടുപേക്ഷിച്ചെങ്കിലും ഈ പ്രാണികുലം ആത്മകുലത്തെ രക്ഷിക്കുന്നു. തൽപ്രകാരേണ അങ്ങനെയുള്ള ഈ പ്രാണികളിൽ ബഹുസ്നേഹ വാത്സല്യം ചേർന്ന് നിൽപ്പത് ആരാ? ആത്മാവ ജഗൽപാലകൻ നാരായണൻ ശില്പുമാൻ കൃഷ്ണൻ തന്നെ സർവേഷാം കില്ലില്ലേതും. ഇതിൽ മൊത്തത്തിലും ഈ പശുക്കളിലും ഈ കുട്ടികളിലും 1 വർഷം കൊണ്ട് നടന്നതാരാ? പരമാത്മാവായ കൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം അവർക്കുണ്ടായതെന്നാണ്. ആ പരമാത്മാവ് താൻ തന്നെ കൃത്രിമങ്ങളായി നിശേഷം ചമഞ്ഞതെന്നാൽ സ്നേഹമുണ്ടാമല്ലോ. ആ പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ തന്നെ കൃത്രിമങ്ങളായി നിർമ്മിച്ചപ്പോൾ നിശേഷം ചമഞ്ഞ് ഒരല്പം പോലും മറ്റൊന്നുമില്ല. എല്ലാത്തിലും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. പശുക്കളിലും പശുവിൻ്റെ കുട്ടികളിലും പിന്നെ ഗോപിമാരിലും എല്ലാത്തിലും നിശേഷം ഭഗവാൻ മാത്രം തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ചമ്മത എന്നാൽ സ്നേഹമുണ്ടാമല്ലോ. വിശ്വേശ മഹാമായയ്ക്കൻ തരുതാതെയുള്ളൂ. പരമാത്മാവായ ഭഗവാൻ വിശ്വേശൻ്റെ മഹാമായ, ആ പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ്റെ മഹാമായയ്ക്ക് എന്താ പറ്റാത്തത്? ഭഗവാൻ വിചാരിക്കുമ്പോൾ കൃത്രിമങ്ങളായി എല്ലാത്തിനെയും ഒപ്പിച്ചു വെച്ചു. അതിലെല്ലാം ഭഗവാൻ തന്നെ വസിച്ചു. അപ്പോൾ ഈ വീട്ടുകാർ
എത്രമാത്രം ആ പരമാത്മാവിനെ സ്നേഹിക്കുന്നു. ശരീരം സ്നേഹിക്കുമല്ല, യഥാർത്ഥമായ ആ ഉള്ളത്തിൽ ഈശ്വരനാണ്. അപ്പോൾ ആ സ്നേഹം അങ്ങോട്ട് ഈ പശുവിൽ കൂടിയും ആ കുട്ടികളിൽ കൂടിയും ആ വീട്ടുകാരറിയുന്നു ആ ഒരു ഉള്ളിലെ സ്നേഹം. അതിലാരാ വസിക്കുന്നേ? ഈശ്വരൻ, പരമാത്മാവും അമ്മ മഹാമായായിരിക്കും ദേവി പരാശക്തിയും. പരമാത്മാവ് ഉള്ളിടത്തെല്ലാം അമ്മയും ഉണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളെല്ലാം ഒരു വർഷം കൊണ്ട് അനുഭവിച്ച ആനന്ദം അത്രയ്ക്കുണ്ട്. ഭഗവാൻ എല്ലാവരുടെയും മക്കളായി നിൽക്കുകയാണ്, ഗോപികളായിട്ട് നിൽക്കുക. പശുക്കളിലും അത് തന്നെയാണ്. ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ഉള്ളം എല്ലാ വീടുകളിലെയും ഓരോ കുട്ടികളിലും ആ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന കുട്ടികളിലെല്ലാം ഭഗവാനാണ് അതിൽ വസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റൂ? എപ്പോഴും ഈശ്വരനല്ലേ അവിടെ ഉള്ളത്. അങ്ങനെ വിശ്വേശ മഹാമായയ്ക്ക്, ഭഗവാന്റെ മായയ്ക്ക് എന്താ അരുതാതെയുള്ളൂ, എന്താ ഒക്കാത്തത്? ഇതൊക്കെയും ഒപ്പിക്കും. നിർഗുണൻ മായാ ജഗത്ത് ഉൾക്കമലത്തിൽ ചേർത്ത് സൽഗുണം അനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ ജഗന്മയൻ തൽപദാംബുജം ചേർന്ന് സത്താമാത്രകം ഭജിച്ചിടുകിൽ അവൻ അപ്പോൾ ചറ്റും വൈഷമ്യം എന്നീ വൻപഴുമ ഭവാംബുധി കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടന്നിടാം. അങ്ങനെയുള്ള ഭഗവാൻ നിർഗുണൻ. കാരണം ഗുണങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്ന ഈശ്വരൻ കൃഷ്ണൻ്റെ മായാ ജഗത്ത്, ഈ ഭഗവാൻ തന്നെ മായ ജഗത്തിലുള്ള പരമാത്മാവിൻ്റെ മായ ഉൾക്കമലത്തിൽ ചേർത്ത്. ആരുടെ ഉൾക്കമലത്തിൽ? ഈ ഓരോ വീട്ടുകളിലെയും ഓരോ കുട്ടികളിലും എല്ലാം ഭഗവാൻ തന്നെ ഉൾക്കമലത്തിൽ ചേർത്ത് സൽഗുണം അനുസരിച്ച് അവിടെ സൽഗുണങ്ങളായിട്ട് വന്നു. എല്ലാവർക്കും സന്തോഷവും ആനന്ദവുമാണ് സൽഗുണം. അങ്ങനെ അനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ ജഗന്മയൻ തൽപദാംബുജം ചേർന്ന് സത്താമാത്രകം. അങ്ങനെ ഉള്ള ഓരോ കുടുംബവും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അന്നത്തെ ചിന്തയല്ല, ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചും ഭക്തിയോടും ഉറപ്പായി നമ്മൾ ഭഗവാനെ നമ്മുടെ വീടുകളിൽ ഇരുത്തു, നമ്മുടെ ഉള്ളിലിരുത്തു. അപ്പോഴെന്ത് വരും? ജഗന്മയൻ തൽപദാംബുജം ചേർന്നിരിക്കണം നമ്മൾ. അപ്പോൾ സത്താമാത്രം അങ്ങനെ ഭജിച്ചിടുകിൽ അവനപ്പോൾ നമ്മൾ എന്തുവരും? ചെറ്റും വൈഷമ്യം എന്നീ വൻപഴും ഭവാംബുധി കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടന്നിടാം. എന്താ കറ്റുകാൽ കുളമ്പിന്? ഒരു പശു പ്രസവിക്കുന്ന ഒരു കുട്ടി പൈതൽ, അതിൻ്റെ കുളമ്പ് നുള്ളി തന്നെ മുറിഞ്ഞു പോകും. നഖങ്ങളൊന്നും കട്ടിയില്ല. എത്ര എളുപ്പത്തിലാണ് അത് പോയിട്ട് പിന്നെ പതുക്കെയാണ് അത് ഉറച്ചുറച്ച് വരുന്നത്. ആദ്യം പ്രസവിക്കുമ്പോൾ ആ കുട്ടിയുടെ നഖങ്ങളെല്ലാം എന്തോ തന്നെ അങ്ങ് മുറിഞ്ഞു പോകും. നമുക്ക് തന്നെ തോന്നി ഇതിന് വേദനിക്കത്തില്ലയോ എന്തോന്ന്. ഞങ്ങൾക്ക് അങ്ങനെ അറിയാം. കുഞ്ഞുങ്ങളുടെ ഈ പശുക്കുട്ടിയുടെ കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടന്നിടാം. എന്തോ കടന്നിടാം? ഭവാംബുധി. സംസാര സാഗരമാകുന്ന ഈ ദുരിതാബ്ധിയിൽ നിന്ന് ഈ പശുക്കുട്ടികളുടെ കുളമ്പ് എത്രമാത്രം ഉറപ്പില്ലാതെ എടുത്ത് കളയുന്നു. അതുപോലെ നമ്മുടെ പാപങ്ങളാകുന്ന മൊത്തം എടുത്തങ്ങ് കളയും. ഒന്ന് നുള്ളി തന്നെ അതങ്ങ് പോകും. പശുക്കുട്ടികളെ ആരും നുള്ളിക്കളയല്ല, തനിയേ അങ്ങ് പോകുക. അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം അങ്ങനെയാണെന്ന എൻ്റെ വിശ്വാസം. ഇതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾക്കിവിടെ പശുക്കുട്ടികളെ ഉപമിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അതങ്ങനെ വന്നത് ഇതാണ് എൻ്റെ സംഭവം. നമുക്കുള്ള വേദന, വിഷമങ്ങൾ, ദുരിതങ്ങളെല്ലാം ഈ ലോകത്തിൽ നടക്കുന്ന വിഷമങ്ങളായിരുന്ന കാര്യങ്ങളെല്ലാം ഈ പശുക്കുട്ടിയുടെ കുളമ്പ് എങ്ങനെയാണ് തനിയെ മാറുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് മൊത്തം അങ്ങ് പോകും പാപങ്ങൾ. എന്താ കാരണം? സൽഗുണം അനുസരിച്ച് അഖിലാത്മക സ്വതാവിത്തായ നമ്മൾ ഭഗവാനെ എന്താണ് ഭഗവാന്റെ ഇംഗിതം അത് നമ്മൾ അനുസരിച്ച് കഴിയാമെങ്കിൽ ജഗന്മയനായിരിക്കുന്ന ഭഗവാന്റെ പാദാംബുജം നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ച് അത്രമാത്രം ഈശ്വരനോട് ചേർന്ന് സത്താമാത്രം ഭജിച്ചിടുകിൽ അങ്ങനെ ആകുമ്പോൾ അവനപ്പോൾ ചെറ്റും വൈഷമ്യം ഇല്ല. നമുക്ക് ഒരു വിഷമവും അല്പം പോലും വിഷമമില്ലാതെ വൻപഴും അതിഭയങ്കരമായിരിക്കുന്ന ദുരിതാബ്ധിയിൽ നിന്ന് കറ്റുകാൽ കുളമ്പ്, ഈ പശുക്കുഞ്ഞിൻ്റെ കുളമ്പ് പോലെ നമുക്ക് കരകയറാം, തുല്യമായി കടന്നിടാം. അപ്പോൾ പശുക്കുട്ടിയുടെ കുളമ്പിലിരിക്കുന്ന ഈ അഴുക്ക് മാലിന്യങ്ങൾ, ആ അന്നേരം ഉണ്ടാകുന്ന നഖങ്ങളൊക്കെ തനിയെ മാറുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ മൊത്തവും അങ്ങ് പോകും. ഭഗവാനോട് ചേർന്ന് ഭക്തിയായിട്ട് ഭജിക്കുമ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത് അർത്ഥം. സ്വപ്നത്തിൽ പോലും വിഷ്ണു ഭക്തി ഇല്ലാഞ്ഞാൽ അവൻ എപ്പോഴും സംസാര വാരാനിധവും കിടന്ന് ഏറ്റം ദുഃഖിച്ച് വലഞ്ഞിടും തത്തീരമണയാതെ. അപ്പം
സ്വപ്നത്തിൽ പോലും ചിലർക്ക് യാതൊരു ഭക്തിയും കാണത്തില്ല. ഈശ്വര എന്നുള്ള ചിന്തയില്ല, സ്വപ്നത്തിൽ പോലും ഇല്ല. അങ്ങനെ ഭഗവാന് വിഷ്ണു ഭക്തി ഇല്ലാഞ്ഞാൽ, ഭഗവാനിൽ ഭക്തി ഇല്ലാഞ്ഞാൽ അവന് എപ്പോഴും എന്ത് വരും? സംസാര വാരാനിധോ, ഈ ദുരിതമാകുന്ന ഈ ലോകത്ത്, അതായത് ഇത് സമുദ്രം പോലെയാണ് ഇതിൻ്റെ ദുരിതം. എണ്ണിയാൽ തീരാത്തവണ്ണം കിടക്കുന്ന പിന്നെ പാപങ്ങൾ, എന്താ പറയുന്ന ദുഷ്കർമ്മങ്ങളോട് നിറഞ്ഞ് നമ്മൾ ദുരിതം അനുഭവിച്ച് അന്ധമായിരിക്കുന്ന കൂപത്തിൽ വീണ് കഷ്ടപ്പെടുന്നു, കരകയറാൻ പറ്റാത്തതുപോലെ കിടന്ന് ഏറ്റവും ദുഃഖിച്ച് വലഞ്ഞിടും. തീരം അണയാതെ, അതായത് കടലിൻ്റെ കര കാണാം, അത് കര കയറാൻ പറ്റാതെ. എന്തൊരു കര? ദുഃഖമാകുന്ന കടൽ, ദുഃഖമാകുന്ന സമുദ്രത്തിൻ്റെ നിന്ന് കടലിൽ വീണ് കിടക്കുന്ന നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റണം? ഒരിക്കലും പറ്റത്തില്ല. എന്താ? ഈശ്വരനിൽ ഭക്തി ഇല്ലാഞ്ഞാൽ, സ്വപ്നത്തിൽ പോലും വിഷ്ണു ഭക്തി ഇല്ലാഞ്ഞാൽ എപ്പോഴും സംസാര വാരാനിധോ കിടന്ന് ഏറ്റവും ദുഃഖിച്ച് വലയും. എന്നിട്ടോ തീരമണയത്തില്ല, സമുദ്രത്തിൽ കിടന്ന് തന്നെ നീന്തി തുടിച്ച് ഒരിക്കലും കരകയറാതെ അവിടെ കിടന്നങ്ങ് മരിക്കും. എന്നിട്ട് നരകക്കുഴിയിലേക്ക് പോകും. കാരണം എന്താ? ഭക്തിയില്ല, ഈശ്വരനോട് ഭക്തിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദുഷ്കർമ്മവശാൽ ആത്മാ അനുഗ്രഹം ഇല്ലായകയാൽ, അതുകൊണ്ടാണ് ഈ ദുഷ്കർമ്മം കൊണ്ട് നമുക്ക് പരമാത്മാവിൻ്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദുഃഖിച്ച് വലഞ്ഞിട്ട് ഈ കടലിൻ്റെ കര കയറാൻ പറ്റാത്തത്. ദുഷ്കർമ്മം വശാലാണ്. നമ്മളെ ദുഷ്കർമ്മം കൊണ്ട് നമ്മൾ ചെയ്യാത്ത കൃത്യങ്ങൾ ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും, മനസ്സുകൊണ്ടും ചെയ്യും, കർമ്മം കൊണ്ടും ചെയ്യും, വാക്കുകൊണ്ടും ചെയ്യും. വാക്കുകൊണ്ട് ദ്രോഹിക്കും, മനസ്സുകൊണ്ട് ദ്രോഹിക്കും, അതായത് അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ളത്. പിന്നെ കർമ്മം കൊണ്ട് ജീവപ്രാണികളെ കൊല്ലും, അല്ലെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാതെ കഷ്ടപ്പെടുത്തും. ഇങ്ങനെയൊക്കെ പല പല രീതിയിലാണ് ദുഷ്കർമ്മം. ആ ദുഷ്കർമ്മവശാൽ എന്ത് കിട്ടൂല? ഭഗവാന്റെ ആത്മാ അനുഗ്രഹം ഇല്ലായകയാൽ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണ് തീരം അണയാൻ പറ്റുകയില്ല. സമുദ്രത്തിൽ, അതിൽ അന്ധകൂപത്തിൽ പൊട്ടക്കിണറ്റിൽ കിടന്നാൽ നമുക്ക് കരകയറാൻ പറ്റാത്ത പോലെ മരിക്കോളം അവിടെ തന്നെ കിടന്ന് മരണപ്രാർത്ഥി കിടന്നാലും നമുക്ക്, അതായത് ദുരിതമാകുന്ന അസുഖങ്ങൾ, തീരാത്ത രോഗങ്ങൾ, പിന്നെ എന്താ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വേദന, വിഷമങ്ങൾ, ഇതെല്ലാം ആണ് സംസാര സാഗരം. ഈ സാഗരം എന്ന് വെച്ചാൽ എന്താ? സമുദ്രം പോലെയാണ് നമുക്ക് വിഷമങ്ങൾ. അതിൽ നിന്ന് കര കയറാത്തത് എന്താ? വിഷ്ണു ഭക്തി ഇല്ലാത്തത് കൊണ്ട്. ഭഗവാനിൽ ഭക്തിയില്ല, ദുഷ്കർമ്മവശാൽ. ദുഷ്കർമ്മം കൊണ്ടാണല്ലോ ഭക്തി ഇല്ലാത്തത്. ഭക്തി ഉണ്ടെങ്കിൽ ആരും ദുഷ്കർമ്മം ചെയ്യത്തില്ലല്ലേ? അവർക്ക് ഭയം ഉണ്ടാവും. ഭഗവാനെ, ദൈവം നമ്മളെ ശിക്ഷിക്കുമല്ലോ, ചെയ്തുകൂടല്ലോ, ഇതും ജീവനുള്ളതല്ലേ, ഇതിലെല്ലാം ഈശ്വരൻ്റെ ചൈതന്യമല്ലേ, ഏതെങ്കിലും നമ്മളെപ്പോലല്ലേ, ഇതെല്ലാം നാം തന്നെയല്ലേ, ഏതെങ്കിലും ഉണ്ടോ അന്യതായിട്ട്? സർവ്വതും പരമാത്മാവിൻ്റെ സന്തതികളാകുമ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടോ മാറ്റി നിർത്താൻ? അപ്പോൾ നമുക്ക് ആരെ കൊല്ലാൻ പറ്റും? നമ്മളെ തന്നെ അല്ലേ കൊല്ലുന്നതന്നേരം? നാം തന്നെ അല്ലേ എല്ലാം? അതുകൊണ്ട് ഈ ദുഷ്കർമ്മവശാലാണ് സംസാരസാഗരം കടക്കാൻ പറ്റാതെ വിഷമിക്കുന്നത്. സർവാത്മാവായ ഭഗവത് പാദാംബുജം ഉള്ളിൽ ഗർവങ്ങൾ അകന്നൊരു നാൾ ഒരു നേരം പോലും സർവ്വസംഘങ്ങൾ ഒഴിഞ്ഞ് ആത്മനെ ചിന്തിക്കലോ, സർവ്വസങ്കടം തീരും, സംശയം ഉണ്ടാകേണ്ട. അപ്പോൾ സർവാത്മാവായ ഭഗവാന്റെ പാദാംബുജം നമ്മുടെ ഉള്ളിൽ ഭഗവാനെ ഇരുന്ന് നമ്മുടെ അഹങ്കാരം, ഗർവങ്ങളെല്ലാം പോയാൽ ഒരു നേരമെങ്കിലും ഭഗവാനിൽ സംഘങ്ങളെല്ലാം ഒഴിഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. അയ്യോ, ഇന്നത് ചെയ്തില്ല, ഇന്നതെടുത്തില്ല, ഇന്നരെ കണ്ടില്ല എന്നും പറഞ്ഞ് നമ്മൾ നാമം ചൊല്ലിട്ടോ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടോ യാതൊരു കാര്യമില്ല. ഈ മനസ്സിൽ നിന്ന് സംഘങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈശ്വരനെ ധ്യാനിച്ചാൽ നമുക്ക് എന്ത് വരും? സർവ്വസങ്കടങ്ങളെല്ലാം തീർന്നിട്ട് ഒരു സംശയവും വേണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ ഇത് ഒരുപാട് സമയം പോയി മക്കളെ, 43 മിനിറ്റ് കഴിഞ്ഞ്, ഓർത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഇതെല്ലാവരും വായിച്ച് അവസാനം വരെ കണ്ടില്ലെങ്കിൽ വിഷമമാണ് എനിക്ക്. എല്ലാവർക്കും ഇത് അറിയേണ്ടത്, പകുതിയായിട്ട് നിർത്തിക്കളഞ്ഞിട്ട് പോകരുതേ, സമയം പോയതുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.